ബാപ്പു, ഈ കട ഞാൻ എങ്ങനെ വീട്ടെന്ന് എനിക്കറിയില്ലടോ. വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിന് എന്തിനു കൊള്ളാം സാർ. ഇനി ഒരു അന്യനായിട്ട് കാണരുത്. ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറഞ്ഞ് മടക്കിയ മനുഷ്യനങ്ങള്. എന്റേത് നിങ്ങളേന്നൊരു കണക്ക് നമ്മൾ തമ്മിൽ വേണ്ട. കാര്യം നടക്കട്ടെ. എഴുത്തച്ഛൻ, എടുക്കാം. അമ്പലത്തിന്റെ പുനരുദ്ധാരണം ആകട്ടെ ആദ്യം. ദിവസങ്ങളില്ല. കീഴ്പയ്യൂർ മന വരെ ഒന്ന് പോണം. അവിടുത്തെ വലിയ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരെയാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആളെ അയക്കാം. പോയി ക്ഷണിക്കാന്നൊരു ചടങ്ങുണ്ട്. കാര്യപ്പെട്ടവരാരെങ്കിലും പോണം. എന്താ, ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ വൈകണ്ട. എന്താ ഇത്? എന്താ പിന്നെ വന്നത്? ശിരോമണികളെ തരുന്നുണ്ട് ഞാൻ. ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ. ഇല്ല, നിന്നോടൊന്നും കൂട്ടില്ല. ആവു, എന്താ കയ്യിലുള്ള തോന്നിയാസം? പോയിക്കൊള്ളാ. അല്ല, തിരുമേനി വരിക, കൊളക്കറയിൽ വരിക, ഒരു സൂത്രം കാട്ടിരെന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുമുണ്ടായിരിക്കുക എല്ലാരും ചേർന്ന്. ഓണകവാലിന്റെ അറ്റത്തെത്തി ഒരു ചെക്കന്റെ കയ്യേ എന്താ ബാലസ് കളിക്കുട്ടി ആവശ്യല്ലേ? അല്ല, ആരാവോ? എവിടെന്നാ? സിനിമ പിടിക്കുന്ന ആൾക്കാരാ? അല്ല, വലിയ തിരുമേനി ഒന്ന് കാണണം. ഞങ്ങളെ കണിമംഗലത്ത് നിന്ന്. ഊവോ, അങ്ങനെ ചോദിക്കാൻ കാരണണ്ടേ. ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണണ്ടേ. എന്താ ചെയ്യാ? വലിയ തിരുമേനി എന്റെ ഫാദറേ കടുംപിടുത്ത. ആ വകയൊന്നും ഇതിനകത്ത് വേണ്ടാന്ന്. ഈ വലിയ ഇഷ്ടാ. ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസാണ്. എല്ലാരും വരിക, അകത്തേക്ക് വരിക. എന്താ ചെയ്യാ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട. കൊളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു. പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ, ഇവിടുന്ന് ആരും വന്ന് ശാന്തി പണി ചെയ്യില്ല കേട്ടോ. അതെന്താണാവോ? ഉഗ്രശാപുണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും. അത് തലയിൽ വാങ്ങാൻ ഇവിടുന്ന് ആരും അയക്കാൻ വയ്യ. അനർത്ഥം വിളിച്ചു വരുത്തലാവൂ അത്. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുമേനി? ഇനി ദിവസങ്ങളില്ല. മാത്രല്ല, ഈ ഇല്ലത്തുനിന്ന് തന്നെ വേണ്ടേ? എനിക്കറിയാം. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടിയേറ്റ് നടത്തിയത്. അയിനിക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും. അത് ഓരോന്നായി ചെയ്തു വരുന്നു. ഓ, എന്നാ പിന്നെ അതിനേക്കാടും തന്നെ ശാന്തി അങ്ങോട്ട് നടത്തിക്കോട്ടെ. ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുവേനി. തെറ്റിക്കണ്ട, ഇവിടുന്ന് ആരെയും വിടില്ല. അതേ പറഞ്ഞോളൂ. നേരം സന്ധ്യയായി. എനിക്ക് കുളിയും തേവാറുണ്ട്. ഇറങ്ങാം. ഒന്നുകൂടെ തിരുമേനി ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ പോയിട്ട്. വേണ്ട, ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല. കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ഇറങ്ങിക്കോളുക. കാരണം അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ്. എഴുത്തച്ഛ, നമുക്കിറങ്ങാം. വാ. എല്ലാം ഓക്കെ എന്താ ചെയ്യാ? അച്ഛന്റെ ഒരു സ്വഭാവം അതാ. നിങ്ങള് കേവലാട്ടോ, സമ്മതിച്ചിരിക്കണു. കൊളപ്പുള്ളിയപ്പം വന്നിരുന്നില്ലേ, സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു. ഹൈ, എനിക്കൊരു സിഗരറ്റ് തരുമോ? എന്താ ബാപ്പു, ചേട്ടോട് ഇങ്ങോട്ട് തരിക. അല്ലെങ്കിൽ വേണ്ട, ആരെങ്കിലും കണ്ടാ കൊഴപ്പാ. കക്കൂസിൽ വെച്ചാവാ പ്രയോഗം. തിരുമേനി ഈ പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ? എന്താ സംശയം? നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. എന്ത് ചെയ്തിട്ട് ഫലില്ലേ? ചപ്പണ്ണുള്ള വിളിയാ ബാക്കി. ലേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. ബാപ്പു, വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. അപ്പൊ നിങ്ങൾ പോവാ? അതെ, നമ്മൾ ഒരുമിച്ചല്ലേ പോണത്. കീഴ്പയ്യൂരിലെ ഒരു വിത്ത് മതി ഞങ്ങൾക്ക്. എന്ത് കട്ട? എവിടേക്കാ കൊണ്ടു? ബാപ്പു, വണ്ടി എടുക്കടാ. എന്നെ കൊല. എന്താടോ മിസ്റ്റർ തമ്പുരാനെ?
പോക്കിരിത്തരത്തിനൊരു അതിരിലിടൂ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? ആളെ തട്ടിക്കൊണ്ടുപോവാ, ഒളിപ്പിക്ക. ഭരതനെ സഹിച്ചാവണം അതൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ. എവിടെ ആ നമ്പൂരിച്ചക്കൻ? അവിടെ എവിടെ? ആരാ? ആരാന്നാ? തന്നോടല്ല. ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഇവിടെ വാടാ. എന്താ പറയാൻ? നിന്നൊന്ന് കാണാനാടാ. ഇയാളാണ് ആ നമ്പൂരിച്ചക്കൻ? ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാം. ആ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. എനിക്ക് എന്റെ നമ്പൂരിച്ചക്കനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ തമ്പുരാനോ കിമ്പ്രാനോ ഒന്നും നോക്കില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെടച്ച് പുഴുക്കുണ്ടാക്കി തിന്നും. ഭരതനെ സയ്യായി പറയണേ. ഭരതനസയ്ക്ക് എന്താ വേണ്ടേ? കുറെ നേരമായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ. ഇവിടെ കിട്ടാനില്ല. പിന്നെ എവിടെ കിട്ടുക? അടുത്തുള്ള മലയാളി പോയി ചോദിക്കാം. ആ തെമ്മാടി മുട്ടുകാലി എണിക്കടാ. ഞാൻ എണീക്കാം. ആദ്യം ഫോണൊന്നും എടുക്ക്. ഫോണോ? ആ നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ, ഭരതനോ? ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ സൈന്ന് പറയണ. പോകാം ഭരതനസൈ. വേണ്ട സാർ, വരണ്ട. ഞാൻ ആരാ വിളിച്ചത്? ഭരതനസൈ? റൂറൽ SP അശോക് സാർ. എവിടെ? വിലങ്ങനെ അണിയിക്കൂ. സാറെ മാപ്പാക്കണം. ഭരതൻ പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ അറസ്റ്റ് ഗോവിന്ദൻകുട്ടി എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയൂ. പറയരുത്. ഞാനാണ് നമ്പൂതിരി. തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഭരതനസൈ എന്നെ അറസ്റ്റ്. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ. ഭരതനസൈ അല്ലെങ്കിൽ എല്ലാവരുടെ ജോലിയും പോവും. എന്നെ അറസ്റ്റ് ചെയ്യാൻ. വണ്ടി എടുക്കാൻ പറഞ്ഞ പിന്നെ ഭരതനസൈ എടുക്കാൻ വേണ്ടി ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഭരതനസൈ തമ്പുരാൻ അതിഥികളുണ്ട്. വഴി ചോദിക്കാൻ വണ്ടി നിർത്തിയത് എന്റെ മുമ്പിലാ. എന്താടാ ഇത്? ഒരു അൺഎക്സ്പെക്ടഡ് ലാൻഡിങ്. അതല്ലേടാ ഒരു ത്രില്ല്. ജെയിംസ് ചോദിച്ചു ബാപ്പുനെ വിളിച്ച് പറയണോ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താടേ നിന്റെ അപ്പിയറൻസ് ആകെ മാറിയല്ലേ? നീ ഒരു തമ്പുരാനാ? പറയാല്ല. ഓ ഐ എം സോറി ജഗൻ. മീറ്റ് സെലിം മാമൻ. ലിയോ ഫർമ. ഇത് ശശി മേനോൻ, സിംഗപ്പൂർ ബേസ്ഡ്. പിന്നെ ജയറാമനെ നിനക്കറിയില്ലോ? നമ്മളൊരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പിശ ആരെങ്കിലും വിട്ട് ആ പെട്ടിയും ബാഗ് ഒന്ന് മുകളിലേക്ക് മുകളിൽ എത്തിക്കാം. വാ. ഞങ്ങൾ ഇറങ്ങി. മേളക്കാരെ കൈയോടെ ഞങ്ങൾ കൊണ്ടുവരും. അതെ, അങ്ങാടിയിൽ ആരെങ്കിലും നിർത്തിയേക്കണം. ആനക്കാർ വരും. ഓ ഏർപ്പാടാക്കാം. വാ. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ജഗൻ. ഞാൻ കരുതിയത് നീ ഇവിടെ വെള്ളോടിയും ഷടാങ്ങുമായിട്ട് അങ്ങ് കൂടിക്കാണുമെന്നാ. ഇവിടെ വന്ന അലക്കി പൊളിക്കാന്ന് വെച്ചാ ഞാൻ യുമാരെയും കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ. അനുഭവിക്കണം. എല്ലാത്തിനും നിനക്കാ നന്ദി പറയേണ്ടത്. അതുകളാ ഞാനും ഉണ്ടടാ കൂടെ. നിന്റെ ഉത്സവം കഴിയും വരെ. എന്താ അവന്റെ പേര് പറഞ്ഞേ? കൊലപ്പുള്ളിയാ. ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും. നാഗദേവതയുടെ പ്രതിഷ്ഠ. സോറിടാ. ഉണ്ണിമായ ആരടാ? ഈ പട്ടരെ തല്ലിക്കൊല്ലണം. എന്നെ കോപ്പനായവൻ. എന്താ അളിയ ഒരു പെൺകുട്ടി പോലും ഓടിപ്പോയില്ലേ? അത് നിന്ന് കുളിക്കായിരുന്നു. അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും കാണാൻ സുഖമുള്ള ഒരു കാഴ്ച. ഞാൻ ഈ ക്ലാപ്പ്മാരെ വിളിച്ച് കാണിച്ചു. ആക്രാന്തം. ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കേട്ട് ആ കൊച്ചു ഓടിക്കളഞ്ഞു. ജഗു ആരടാ അത്? ഗോവിന്ദൻകുട്ടി, താൻ ചുമ്മാ ഉഴപ്പാതെ. ഞങ്ങൾക്ക് നമ്മാടെ വീട്ടിൽ പോയേ പറ്റൂ. താൻ കൂടെ വരണം. വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പൊക്കും. ചെയ്താടാ. തമ്പുരാൻ അറിയരുത്. അറിഞ്ഞെന്റെ ചെവിക്കല് പൊളിക്കും. ഓ അയാളൊരു പുല്ലും ചെയ്യില്ല. എന്താ നന്ദൻ? കിടന്ന് ബഹളം വെക്കാതെ വഴി ഉണ്ടാക്കാം. എന്ത്? ക്ഷമിക്കണം, ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ. നിങ്ങളാരാ? ഞാനും മോളിവിടെ ഊട്ടുപുരമാളികയിലാ താമസിക്കണേ. നമ്മുടെ അമ്മാവൻ വരാനേ. വരെ 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 വരെ. എത്ര ദിവസമായാ? എന്താ ഇപ്പൊ ഇത് കഥ? വരാ വരാ വരാ. എന്താ ഈ കളിക്കണേ? നമ്മുടെ അമ്മാവനല്ല. അമ്മാവൻ നമ്മുടെ അമ്മാവൻ. ഇരിക്കണം. അങ്ങനെ വഴിക്ക് വാ. ഇനി ഒന്ന് പിടി. അയ്യോ, നിർബന്ധിക്കരുത്. കഴിക്കില്ല. അതുകൊണ്ടാ സാർ, തമ്പുരാൻ കഴിക്കില്ല. തന്നോട് ചോദിച്ചില്ല. കഴിക്കണോ? അയ്യോ അയ്യോ അയ്യോ, അരുത്. ഞാനൊരു പാവാണ് സാർ. ഞങ്ങൾ പൊക്കോട്ടെ.
ഷെല്ലി വിട്ടേക്ക്. ചുമ്മാ ജാടയാ മൂപ്പിലാന്റെ പിയോടാ. 6000 രൂപ വരെയുള്ള കോച്ച ഒരെണ്ണ അകത്തെന്ന കിഴവൻ ചാവുന്നു. അവനെ കൊണ്ട് അവളെങ്കിൽ കുടിപ്പിച്ച ഞാൻ ജഗൻ തന്തയില്ലായ്മ കാണിക്കുന്ന ജഗൻ ജഗൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ക്ഷമിക്കണം തമ്പുരാൻ. തെറ്റ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമയിക്കുന്നു. അരുത്. എന്താ ഇത്? ആ കൈകളുകൊണ്ട് എന്റെ കാല് തൊടേ. അതിനുള്ള പുണ്യം ഈ കിഴവൻ ചെയ്തിട്ടില്ല.